ഈ ഒരു IAS കാരൻ പിണറായി വിജയൻ്റെ കരണത്തടിച്ച മാതിരിയാണ് അതിരൂക്ഷമായ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞത്. അതെ അല്ലേ? ഡോക്ടർ B. അശോകനും മുൻപും പിൻപും ഒന്നും നോക്കേണ്ട കാര്യമില്ല. അത് പറഞ്ഞത് സത്യമാണ് താനും. ഈ സത്യം പറയാൻ മറ്റു ചിലർ മടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അശോകിൻ്റെ നിലപാടെന്ന് പറയുന്നത് വളരെ ധീരമായിട്ടുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമല്ല പറയുന്നത്, ഇനി അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ അശോകിനെ പൂട്ടാനുള്ള ശ്രമവും പിണറായി വിജയൻ നടത്തുമെന്നുള്ളതാണ്. അപ്പം ഇതൊരു വലിയ ഒരു IAS വൃത്തങ്ങളിൽ തന്നെ ഒരു വലിയ വിപ്ലവമല്ലേ നടന്നത്? അല്ല, ഇത് മുമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാർ ഇരുന്നപ്പോഴും IASകാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഗവൺമെൻറ് തലത്തിൽ സെക്രട്ടറിമാർ ശരിക്കും എത്രയോ വർഷം സിവിൽ സർവീസ് പഠിച്ച് ഫരീദാബാദിലെ ട്രെയിനിങ് കഴിഞ്ഞ് എന്ത് ത്യാഗം ചെയ്താണ് ഒരു IAS കിട്ടുന്നത് ഇന്ത്യൻ റവന്യൂ സർവീസിൽ. ഇതൊന്നും അല്ലാത്ത സീനിയർ പോസ്റ്റായിട്ട് പ്രൊമോഷൻ കൊടുത്ത് വകുപ്പ് തല ചാർജുകൾ കൊടുക്കും. ഇത് ജനാധിപത്യ പ്രക്രിയയിൽ തെറ്റല്ലേ? ഭരണവർഗത്തെ സ്വാധീനിച്ച് മുഖ്യമന്ത്രിമാരെയും പാർട്ടിയെയും സ്വാധീനിച്ച് നിന്നാൽ IAS എടുക്കേണ്ട, വീട്ടിൽ ബോർഡ് വയ്ക്കാം എന്നുള്ള നില കേരളത്തിലേക്ക് തരംതാണു പോയി. അതുകൊണ്ടാണ് IAS വൃത്തങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ലയുടെ കളക്ടർ, തിരുവനന്തപുരം ജില്ലയുടെ റവന്യൂ ഉദ്യോഗസ്ഥയാണ്. ഭരണപരമായ രീതിയിൽ മന്ത്രിമാർക്ക് നിയമനിർമ്മാണങ്ങൾ അസംബ്ലി ചെയ്യാനേ ഒക്കുള്ളൂ. ഒരു ഓർഡർ സ്ഥലമാറ്റത്തിനോ എന്തിനേറെ പോലീസ് പോലും ഒരു ഓർഡർ ചെയ്യുവാൻ ഭരണഘടനാപരമായി മന്ത്രിമാർക്ക് അധികാരമില്ല. അത് സിവിൽ സർവീസ് പാസ്സായി ട്രെയിനിങ്ങും കഴിഞ്ഞ് വന്ന് ഇരിക്കുന്ന വകുപ്പ് പൊതുഭരണ സെക്രട്ടറിക്ക് അധികാരമുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ ഓർഡർ നമ്മൾ കണ്ടിട്ടുണ്ടോ? ചേട്ടനാ, ഞാൻ IASകാരാണ് ഓർഡറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ഇന്നാരെ ഇന്നടത്ത് പോസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ സ്ഥലം മാറ്റം, അല്ലെങ്കിൽ ഇന്ന വകുപ്പിൻ്റെ വിജ്ഞാപനം. അപ്പോൾ ആ ഒരു ക്രെഡിബിലിറ്റി, ഇന്ത്യൻ IASൻ്റെ കേരള കേഡറിൻ്റെ ക്രെഡിബിലിറ്റിയെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദ്യം ചെയ്തതാണ് സീനിയർ മോസ്റ്റായിട്ട് പ്രൊമോഷൻ കൊടുത്ത് വകുപ്പ് തലത്തിലേക്ക് കൊണ്ടുവരും. അത് ഒട്ടും മോശമായ കാര്യമല്ല. പാർട്ടിയെ സ്വാധീനിച്ച് നിൽക്കുന്നവർക്ക് പ്രൊമോഷനിൽ കൂടിയല്ല, ഡയറക്ടറായിട്ട് സിവിൽ സർവീസ് എഴുതി IAS എടുക്കുന്നവർക്ക് കൊടുക്കാതെ ചെയ്യുന്നത് വളരെ തെറ്റാണ്. അതിനെയാണ് B. അശോക് ചോദ്യം ചെയ്തിട്ടുള്ളത്. ചില കാര്യങ്ങൾ ഈ IASന് ഇപ്പോഴത്തെ പുതിയ കുട്ടികളിൽ ചേട്ടാ പഠിക്കാൻ വരാത്ത കേസെന്താണ്? മന്ത്രിമാരെ SSLCയും കുസ്തിയും പാസ്സാവാത്ത മന്ത്രിമാരെ അവിടെ പോയി സല്യൂട്ട് അടിക്കാൻ മടിയെന്നുള്ളത് കൊണ്ടാണ് ഈ 6 വർഷത്തെ പരീക്ഷയും പാസ്സായി 1 വർഷത്തെ പ്രിലിമിനറിയും എടുത്ത് വീണ്ടും 2 വർഷത്തെ ട്രെയിനിങ്ങും കഴിഞ്ഞ് ഒരു ജീവിതത്തിൻ്റെ 8 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു അധികാര സ്ഥിരാകേന്ദ്രത്തിലേക്ക് വരുന്നത്. അത് വെറും ഇത്തരത്തിലുള്ള മന്ത്രിമാർ വന്നിരിക്കുന്നവർക്ക് സല്യൂട്ട് അടിച്ച് അവർ പറയുന്ന വിഴുപ്പലക്കൽ വേലപ്പണി ചെയ്യുവാൻ IASകാർ കിട്ടുവാത്തതുകൊണ്ടാണ് കേരള കേഡർ IAS കുറവാണ്. ഇന്നിപ്പം പിള്ളേർ പഠിക്കുവാൻ, പിള്ളേർ BTech എടുത്ത് അല്ലെങ്കിൽ വേറെ ലോജിസ്റ്റിക്സ് എടുത്ത് പല മേഖലകളിൽ തിരിഞ്ഞു പോയി 3-4 ലക്ഷം രൂപ പെർ മന്ത് മൾട്ടിനാഷണൽ കമ്പനികൾ ശമ്പളം കൊടുക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ ലോബികൾക്ക് സർക്കാർ തലത്തിൽ നിന്നോ പാർട്ടി തലത്തിൽ നിന്നോ പിന്തുണകൾ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാരിലും IASകാരുടെ ഇടയിൽ ഗവൺമെൻറ്റിനെതിരെ ഗ്രൂപ്പുണ്ടായി. രണ്ടാം പിണറായി ഗവൺമെൻറ്റിൽ B. അശോക് പോലുള്ള, പഴയ വേണു പോലുള്ളവർ ഗ്രൂപ്പുകൾ തിരിയുകയും ഇന്ന് ഇത്തരത്തിലേക്ക് കേരളത്തിൻ്റെ ഭരണം നടത്തുന്ന ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഒരു സ്പ്ലിറ്റപ്പ് വരുവാൻ കാര്യം. അത് വളരെ മോശമായ ഒരു ഇത് നമുക്ക് ഇന്ന് 2-3 ദിവസത്തെ പത്രമാധ്യമങ്ങളുടെ അറിയാം. ഇദ്ദേഹത്തിന് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത സമയത്ത് പെരുമാറ്റച്ചട്ടമുണ്ട്. ഓർഡർ കൊടുക്കാൻ മുഖ്യമന്ത്രി വന്ന് ഓർഡർ കൊടുക്കുവാൻ അധികാരമില്ല. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു. അപ്പോൾ നേരത്തെ പേപ്പറുകളെല്ലാം തയ്യാറാക്കി വെച്ച് ഇലക്ഷൻ കഴിഞ്ഞ് വന്നുടനെ പുള്ളിയെ പരിപാടി ചെയ്തു. അപ്പോൾ എന്ത് വൈരാഗ്യപരമായ രീതിയിൽ B. അശോകിൻ്റെ കൂടി സർക്കാർ പെരുമാറി എന്നുള്ളതാണ്. അത് ഇത്രയും കാലം അദ്ദേഹം ചെയ്ത കേഡർ ഉദ്യോഗസ്ഥൻ, ഇദ്ദേഹം ഒരു ഇന്ത്യ വിട്ട് ഈ ഡിഗ്രി എടുത്ത് പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു ടെൻഷനും ഇല്ല, ഒരു ഇതുമില്ല, നല്ല കാശുണ്ടാക്കി ഇപ്പോൾ കേരളത്തിൽ വന്ന്
നല്ല റിസോർട്ടുകളും ചെയ്ത് സുഖലോലുപനായിട്ട് ഇരിക്കുക. അദ്ദേഹത്തിൻ്റെ ഡിഗ്രി വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ രാഷ്ട്രീയത്തെയും രാഷ്ട്രത്തെയും കേരളത്തെയും സ്നേഹിച്ചുകൊണ്ട് ഞാൻ പൊതുസേവനം ചെയ്യാം, പബ്ലിക്കിന് എന്തെങ്കിലും എൻ്റെ കോൺട്രിബ്യൂഷൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ വേദന ഉണ്ടാക്കി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടികളെന്നുള്ള നിലയിൽ വിശദീകരണം ചോദിക്കണ്ടേ, വന്നുടനെ അങ്ങ് പുറത്താക്കുക. അപ്പോൾ IASൻ്റെയും രാഷ്ട്രീയക്കാരുടെയും ആ അന്തരങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അപ്പോൾ ഇതുപോലെ ഒരു അശോക് മാത്രമല്ല, സെക്രട്ടേറിയറ്റിനകത്തോ മറ്റ് പല തട്ടുകളിലോ പല ഉദ്യോഗസ്ഥന്മാരും അമർഷം പൊട്ടിയിരുന്നത് ഒരു അശോകിൽ കൂടി നമ്മൾ പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞതെല്ലാം സത്യങ്ങളാണ്. കിഫ്റ്റിയുടെ ഫണ്ട് വകമാറ്റി PR വർക്കിന് ഉപയോഗിച്ചു. അത് തെറ്റല്ലേ? ഇന്ന് കേരളത്തിൽ നമുക്കറിയാം നല്ലൊരു പ്രോജക്റ്റ് പോലും വന്നിട്ട് അതിൻ്റെ കാർഗോകൾ കൊണ്ടുപോകാൻ റോഡുകൾ ചെയ്യുവാൻ വേണ്ടി പൈസകളില്ല. ഇവർ ചെയ്ത PR വർക്കിൻ്റെ പൈസകളും മറ്റു ദൂർത്തുകളും വെള്ളപ്പൊക്കത്തിന് പിരിച്ച കാശുകളും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ നേര് പകുതി പൈസ മതിയല്ലോ ഈ വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ കാർഗോ കൊണ്ടുപോകണം ലിങ്ക് റോഡ് പണി ചെയ്യുവാൻ വേണ്ടി. സുഖമായിട്ട് ചെയ്യാം. കേന്ദ്ര PWD മിനിസ്റ്ററായിട്ട് നല്ല ബന്ധങ്ങളാണുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റുകൾക്ക്, വികസനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിക്കാരോട് എന്തെങ്കിലും IAS സെക്രട്ടറിമാർ ഉപദേശിച്ചാൽ കേരള രാഷ്ട്രീയത്തിൻ്റെ മിനിസ്റ്റർ എന്നെ ചോദ്യം ചെയ്തോ അല്ലെങ്കിൽ എൻ്റെ ഭരണത്തിൽ തലയിട്ടോ IASകാരൻ എന്നുള്ളൊരു അപകർഷത ബോധമാണ് അശോകിൽ കൂടി നമുക്ക് ഈ 3 ദിവസമുള്ള ദൃശ്യ മാധ്യമങ്ങളുടെ പഠിക്കുവാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാൻ ഒരു മിനിസ്റ്റർ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. വകുപ്പും റൂൾസും സിവിൽ സർവീസും ബാക്കി കാര്യങ്ങളും ഇത് ഉപദേശിക്കാനല്ലേ ബ്യൂറോക്രാറ്റുകളായിട്ടുള്ള ഭരണവർഗത്തിലുള്ള ഇത്തരത്തിലുള്ള ആൾക്കാരെ സെക്രട്ടറിമാരായി നിയമിക്കുന്നത്. അത് പറയുന്നത് വകവയ്ക്കണ്ടേ? ഇതൊന്നും വകവയ്ക്കില്ല. ഞാൻ പറഞ്ഞതേ നടന്നാൽ മതി എന്നുള്ള ഒരു ഭരണമുള്ളത് കൊണ്ടാണ് ഈ കേരളം ഇന്നും കരണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ അത്ര പോലും പ്രാപ്തിയില്ലാത്ത സംസ്ഥാനമാണ് ഹിമാചൽ എന്ന് പറയുന്നത്. എപ്പോഴും അവിടെ മഴയും മണ്ണിടിച്ചിലും മഞ്ഞുമാണ്. കേന്ദ്രത്തിൻ്റെ IGSTയും GSTയും എടുത്തിട്ട് 6 വർഷം കഴിഞ്ഞു. കേന്ദ്ര ധനകാര്യ നീതി ആയോഗിൽ നിന്ന് ഹിമാചലിൻ്റെ വികസനത്തിന് പൈസ മേടിച്ചിട്ടില്ല. അവരുടെ അവിടുത്തെ തനത് വരുമാനത്തിൻ്റെ IGSTയും ടാക്സുകളോ ഉപയോഗിക്കുന്നത്. കേരളം അങ്ങനെയാണോ? കേരളത്തിൽ എന്തിനും കേന്ദ്രം തരുന്നില്ല എന്ന് പറയുന്നു. കേരളത്തിൽ ഈ 10 വർഷമായിട്ട് ഈ ഭരണത്തിൽ തൊഴിലാളി വർഗത്തിനുണ്ട്. മെയ് 1 തൊഴിലാളി ദിനമാണ്. തൊഴിലാളി ഗവൺമെൻറ് അന്തസ്സായിട്ട് പറയുവാൻ അവർക്കൊരു പദ്ധതി കേരളത്തിൽ ഈ IASകാരെ കൊണ്ട് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു 10 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു വ്യവസായശാല, ഇൻഡസ്ട്രീസ്. തൊട്ടടുത്ത് നമ്മുടെ ഈ 20 കിലോമീറ്റർ കഴിഞ്ഞാൽ എത്രയെത്ര ഫാക്ടറികളാണ് തമിഴ്നാട് സ്റ്റാലിൻ സർക്കാർ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയെന്ന് പറയുന്ന തലസ്ഥാന ജില്ലയിൽ എന്തെങ്കിലും ഒരു ഫാക്ടറി ഈ തൊഴിലാളി വർഗം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ 10 വർഷം കൊണ്ട് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഫാക്ടറികൾ IASകാരെ കൊണ്ട് ഭരണ നൈപുണ്യം കൊണ്ട് പ്രവർത്തിക്കേണ്ട ടൈറ്റാനിയം നഷ്ടത്തിലല്ലേ? നല്ല 1-ാം തരം TVകളും ടെലിഫോണും ഉണ്ടായിക്കൊണ്ടിരുന്ന കെൽട്രോൺ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ന് പിള്ളേർക്ക് ലോജിസ്റ്റിക്സ് പഠിക്കുന്ന സ്ഥാപനമാക്കി മാറ്റിയില്ലേ? നല്ല 1-ാം തരം മരുന്നുണ്ടാക്കിക്കൊണ്ടിരുന്ന മെഡിസിൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കേരള ഇന്ന് അതിനെ പൂട്ടിയിട്ടിട്ട് നേരത്തെ ആരോഗ്യമന്ത്രി ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയും പാരസെറ്റമോളുകൾ മധ്യപ്രദേശിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും വാങ്ങിച്ച് കമ്മീഷൻ അടിക്കുന്നില്ലേ? ആസ്പിരിമോൾ ലിമിറ്റഡ് എന്ന് പറയുന്ന നല്ല കമ്പനി കഴക്കൂട്ടത്തുണ്ടായിരുന്നു, പൂട്ടി. തുണി മില്ലുകളായ 2 തിരുവനന്തപുരത്തുണ്ടായിരുന്നു, ബാൽഡാര സ്പില്ലിംഗ് മില്ലും പൂജപ്പോര വിജയമോഹന് മില്ലും പൂട്ടി. എന്തിന്? പ്ലാന്റേഷൻ കോർപ്പറേഷൻ പൂട്ടി. ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പൂട്ടി. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഇവിടെ എന്ത് ഇൻഡസ്ട്രിയൽസ് ഡെവലപ്മെൻറ്റാണ് ഈ രാജീവ് മന്ത്രി കൊണ്ടുവന്നിട്ടുള്ളത്? അവർക്ക് ആകെ കാർഗോയിലുള്ള ഡെമറേജ് സൂക്ഷിക്കുന്ന കുറേ പൈസകൾ വാങ്ങിച്ച് ശമ്പളങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. കുറേ പ്ലേറ്റുകൾ നിർമ്മിച്ചു കൊണ്ടിരുന്നു, കുറേ സോപ്പ് നിർമ്മിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ പ്ലേറ്റ് നിർമ്മാണവുമില്ല, സോപ്പ് നിർമ്മാണമില്ല. ഇൻഡസ്ട്രിയൽസ് മൊത്തത്തിൽ കേരളം പോയി. പല ആട്ടോകാസ്റ്റ് പൂട്ടി, പ്ലാന്റേഷൻ കോർപ്പറേഷൻ പൂട്ടി, പുനരൂർ സ്പില്ലിംഗ് മില്ല് പൂട്ടി, കൊല്ലം പാർവതി മിൽസ് പൂട്ടി. അതുപോലെ തന്നെ കണ്ണൂരുള്ള പല സ്ഥാപനങ്ങളും, അവിടുത്തെ തന്നെ മാവൂർ റയൻസ് പൂട്ടി. അതുപോലെ തന്നെ അവരുടെ കമ്പനി, അവരുടെ സഖാക്കൾ വലിക്കുന്ന ബീഡി കമ്പനി ദിനേശ് കമ്പനി
പൂട്ടൽ വക്കിലാണ്. ഇങ്ങനെ പല പല കമ്പനികൾ നമ്മൾ കാഞ്ഞങ്ങാട് മുതൽ പാറശാല എടുക്കുകയാണെങ്കിൽ അവതാളത്തിലാണ്. ഏകദേശം 1 കോടിയിൽ വരുന്ന അണ്ടി തെല്ലുന്ന അമ്മപങ്ങന്മാർ കൊല്ലത്തുണ്ട്. അവരുടെ ESI അടയ്ക്കുന്നില്ല. കള്ള ESI അടച്ചതായിട്ട് പേപ്പറിൽ വന്നു, അടച്ചതായിട്ട് രേഖ ഉണ്ടാക്കി. അവർ ആകെ കൊല്ലത്തുള്ളത് കുടിൽ വ്യവസായം എന്ന് പറയുന്നത് അണ്ടി തല്ലി ജീവിക്കുന്നതും കശുവണ്ടി നിർമ്മാണമാണ്. ഇന്ന് കശുവണ്ടി മേഖല ആകെ കുത്തകയായിട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു വെള്ളാന എന്ന് പറയുന്ന ഒരാളുണ്ട്, UDF-കാർ. വേണ്ട സഹായം സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഇങ്ങനെ തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരായ യുവാക്കളായി മാറി ഇന്ന് കേരളം ഒരു IAS-കാരെ നല്ല രീതിയിൽ ഫയൽ മൂവ്മെൻറ്റ് ചെയ്യുവാൻ സമ്മതിക്കാത്തതായി മാറിയതാണ് നമ്മുടെ അഡ്വക്കേറ്റ് ഡോക്ടർ B. അശോക് തുറന്നു കാട്ടിയത്. ഇത് പല IAS-കാരുടെയും വികാരമാണ് അദ്ദേഹം തുറന്നു കാട്ടിക്കുന്നത്. എന്ന് ഇവിടെ നടന്നിട്ടുള്ള ഇലക്ഷനിലുള്ള എല്ലാം തരികിട പരിപാടികളാണ്. അദ്ദേഹം ആ രീതിയിലാണ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇലക്ഷൻ എല്ലാം നമ്മൾ കൊടുക്കുന്ന നികുതികൾ ദൂർത്തടിച്ച് കളഞ്ഞു. അവസാനം അദ്ദേഹം സൂചിപ്പിച്ചത് എന്താണ്? ഈ തിരഞ്ഞെടുപ്പ് ബോർഡുകളല്ലാതെ നമ്മുടെ ചൂഴൽമലയിലുള്ള ഫണ്ട് കിട്ടിയത് ഇല്ല, വകമാറ്റിക്കുന്നു. വെള്ളപ്പൊക്കത്തിന് പാവപ്പെട്ട കുടുക്ക പൊട്ടിച്ച കുട്ടികളുടെ കാശ്, ആട് വിറ്റ് കൊടുത്ത ഫാത്തിമയുടെ കാശ്, ഈ കാശുകളെല്ലാം എവിടെ പോയി? കേരളത്തിൻ്റെ എന്ത് ഡെവലപ്മെൻറ്റിന് ഉപയോഗിച്ചു? അത് അദ്ദേഹം പറഞ്ഞ വാസ്തവമാണ്. മനുഷ്യ നിർമ്മിതമായിരുന്നു കേരളത്തിലെ വെള്ളപ്പൊക്കം. അപ്പോൾ സത്യസന്ധത തുറന്നു പറയുന്നവരെ കണ്ടുകൂടാത്ത ഒരു ഗവൺമെൻറ്റായിരുന്നു പിണറായി ഗവൺമെൻറ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.